മോർണിംഗ്. നമുക്ക് 6th ചാപ്റ്ററായ കോർഡിനേറ്റ്സിൻ്റെ പ്രോബ്ലം സെക്ഷനിലോട്ട് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് 0, 0 ഇൻ ദ പിക്ചർ. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ റേഡിയസ് കണക്കാക്കണം. അതേപോലെ തന്നെ ഐഡൻറ്റിഫൈ ദ പോയിൻറ്റ്സ് വെയർ ദ സർക്കിൾ ക്രോസസ് ദ XY ആക്സിസ്. എക്സിലും വൈയിലും ക്രോസ് ചെയ്യുന്ന ഈ 4 പോയിൻറ്റ്സും കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു പോയിൻ്റ് അവർ തന്നിട്ടുണ്ട്. അതായത് ഈ സർക്കിളിലെ ഒരു പോയിൻ്റ് 3, 4 എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ഇത് ഒറിജിനാണെന്ന് നമുക്കറിയാം. അത് രണ്ടും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ആദ്യം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. നമ്മളപ്പോൾ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു, ഒറിജിനും ഒരു പോയിൻറ്റും തന്നാൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √(x² + y² ആണ്. √(x² + y² ആണ് എന്ത്? ഒറിജിനും നമ്മുടെ ഒരു പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അതായത് റേഡിയസ് കണ്ടുപിടിക്കാം. അപ്പം റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? √(x) എന്ന് പറയുന്നത് 3 പ്ലസ് y എന്ന് പറയുന്നത് 4² അപ്പോൾ എന്ത് വരും? √(3² നമുക്കറിയാം 9 പ്ലസ് 4² 16 ഈക്വൽ ടു √(25) ഈക്വൽ ടു 5. അതായത് ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് 5 സെൻറ്റിമീറ്റർ കിട്ടി. മനസ്സിലായല്ലോ? നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനും ഒരു പോയിൻറ്റും തമ്മിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. √(x² + y². അപ്പോൾ നമ്മൾ x 3ഉം y 4ഉം ആണ്. അത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും. അതായത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 5 കിട്ടി അല്ലേ? ഇത് റേഡിയസ് ആകുമ്പം ഇതും റേഡിയസ് അല്ലേ? അപ്പോൾ ഈ 4 ഡിസ്റ്റൻസും റേഡിയസ് ആണ്. അപ്പോൾ ഈ അകലം എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരും? 5 എന്ന് വരുന്നു. അതായത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് 5 ആണെന്ന് മനസ്സിലാവും. എക്സ് ആക്സിസിലെ ഈ പോയിന്റ് എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? അപ്പം ഈ ഒരു കോർഡിനേറ്റ് എന്ത് വരും? 5, 0. അതായത് എക്സിലെ പോയിന്റ് 5, വൈയിൽ ഇത് വന്ന് മുട്ടുന്നത് ഒറിജിനലിലോട്ടാണ്. അപ്പം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0. മനസ്സിലായോ? അപ്പം ഈ ഒരു പോയിന്റിൻ്റെ കോർഡിനേറ്റ് 5, 0 വരും. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും? -5, 0 അല്ലേ? ഇത് നെഗറ്റീവ് സൈഡ് അല്ലേ? അപ്പോൾ ഇത് -5, 0. ഇനി ഈ ഡിസ്റ്റൻസും 5 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 0, 5. അതായത് എക്സിൽ വന്ന് മുട്ടുന്നത് 0, y കോർഡിനേറ്റ് 5 ആണ്. അപ്പോൾ താഴെ എന്ത് വരും? 0, -5. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. റേഡിയസ് കണ്ടുപിടിക്കുക, പിന്നെ എക്സിലും വൈയിലും ക്രോസ് ചെയ്യുന്ന 4 പോയിൻറ്റ്സും കണ്ടുപിടിക്കുക. എക്സ് നമുക്ക് റേഡിയസ് കിട്ടി 5 സെൻറ്റിമീറ്റർ. ഈ എക്സ് ആക്സിലും വൈ ആക്സിലും ക്രോസ് ചെയ്യുന്ന 4 പോയിൻറ്റ് 5, 0, -5, 0, 0, 5, 0, -5 4 പോയിൻറ്റും കിട്ടി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. OAP എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ട്രയാങ്കിൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. OAയുടേത് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. OA എന്ന് പറയുന്നത് ഇത് 6 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. റൈറ്റ് ദ കോർഡിനേറ്റ് ഓഫ് എ. അതായത് എ എന്ന് പറയുന്ന ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് എഴുതാനാണ്. ഈ OA 6 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 6, 0 വരും അല്ലേ? അതായത് നമ്മുടെ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 6, 0 വരും. മനസ്സിലായോ? അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒറിജിനാണ്. OA എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് എയുടെ കോർഡിനേറ്റ് പോയിന്റ് എന്ന് പറയുന്നത് 6, 0 എന്ന് വരും. ഇനി ഫൈൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം P ടു ദി X ആക്സിസ്. ഈ പിയിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡ്രോപ്പ് ചെയ്താൽ ആ ഒരു ലെങ്ത് എത്ര വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ ഒരു Q എന്ന് കൊടുക്കാം. അതായത് PQ എത്ര വരുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്കറിയാം, ഇതൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് 3 സൈഡും ഈക്വലാണ്. അപ്പോൾ ഇതും 6 വരും, ഇതും 6 വരും, ഇത് 6 വരും. ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇത് ഈ ഒരു 6ൻ്റെ ഹാഫിലോട്ടായിരിക്കും വരുന്നത്. അതായത് ഇത് 3, 3 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പം നമുക്ക് നോക്കിയേ, ഇതെന്ന് പറയുന്നത് എന്തായി? 90 ഡിഗ്രി ആയില്ലേ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണ് ഹൈറ്റിൻ്റെ സ്ക്വയർ. അത് വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാം. അതായത് ബിയുടെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് PQ എഴുതാം. PQ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? PO സ്ക്വയർ മൈനസ് OQ സ്ക്വയർ. അതായത് ഹൈറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ മൈനസ് എന്താണ്? ബേസ് സ്ക്വയർ വരും. ഹൈപ്പട്ടന്യൂസ് നമുക്കറിയാം 6 സ്ക്വയർ ആണ്, മൈനസ് OQ എന്ന് പറയുന്നത് 3 സ്ക്വയർ. അപ്പം 36 മൈനസ് 9, 27 വരും. ഇനി PQ എന്ന് പറയുമ്പം
27 വരും. റൂട്ട് 27 എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ടിനകത്ത് എന്ത് എഴുതാം? 9 × 3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 9ൻ്റെ റൂട്ട് 3. ഇത് അതായത് നമ്മുടെ ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പി ക്യൂ എന്ന് പറയുന്നത് 3√3 സെൻറ്റിമീറ്റർ വരും. പി ക്യൂ എന്ന് പറയുന്നത് 3√3 സെൻറ്റിമീറ്റർ വരും ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി ആണ്. അതായത് പി എന്ന് പറയുന്ന ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എഴുതാൻ. അപ്പോൾ ഇതിങ്ങോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, ഇത് ഇങ്ങോട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാം ഇത് വന്ന് മുട്ടുന്നത്, ഇതെന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ് പോയിന്റ്? 3 ആണ് പോയിന്റ് അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്? 3√3. അതായത് ഇത് വന്ന് മുട്ടുന്നത് 3√3യിലേക്കാണ്. അതുകൊണ്ട് തന്നെ പി എയുടെ കോർഡിനേറ്റ് എന്ന് പറയുമ്പം 3√3 എന്ന് വരും. മനസ്സിലായോ? അതായത് പി വന്ന് മുട്ടുന്ന എക്സ് ആക്സിസിലെ പോയിന്റ് 3 അല്ലേ? ഈ ഡിസ്റ്റൻസ് 3 ആയതുകൊണ്ട് 3യിലേക്കാണ് മുട്ടുന്നത്. വൈയുടെ കോർഡിനേറ്റ് ആണ് നമ്മളിപ്പം വൈയുടെ ഈ ഡിസ്റ്റൻസ് അല്ലേ കണ്ടുപിടിച്ചത്. അപ്പം ഈ ഇവിടെ വന്ന് വൈയിൽ മുട്ടുന്നതെന്ന് പറയുന്നത് 3√3യിലേക്ക്. അതുകൊണ്ട് തന്നെ പി എയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3√3 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ പോയിന്റ്സ് ബി ഡി. അതായത് ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്, എയും സിയും. അത് വെച്ചിട്ട് ബിയും ഡിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആക്സിസ് ഒന്നും വരച്ച് കണ്ടുപിടിക്കാമെന്ന് എപ്പോഴും പറ്റില്ല. അതിനല്ല അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റെക്റ്റാങ്കിളിൻ്റെ 2 പോയിന്റ്സ് തന്നാൽ ബാക്കി, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സും ഒരെണ്ണത്തിൻ്റെ തരും, ഒരെണ്ണം കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെ തന്നാലും നമുക്ക് അത് ഈ ഒരു ചാപ്റ്ററിലെ ഒരു കണ്ടന്റ് തന്നെയാണ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ് അല്ലെങ്കിൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് 0, 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതെവിടെയാണ്? ഒറിജിനാണ് ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റ് അല്ലേ? സി എന്ന് പറയുന്ന പോയിന്റ് 4, 3 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബി എടുത്താൽ ഈ ബി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിന്റ് ആയിരിക്കുമല്ലോ, ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഈ സിയും ഈ ബിയും എക്സ് ആക്സിസിൽ വന്ന് മുട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് സെയിമാണ്. അപ്പോൾ സിയുടെ എക്സ് കോർഡിനേറ്റ് 4 ആയതുകൊണ്ട് തന്നെ ബി യുടെ എക്സ് കോർഡിനേറ്റ് എന്താ? 4 ആണ്. ക്ലിയർ ആയോ? അതായത് സിയും ബിയും ഒരേ ഒരു ലൈനിലുള്ള പോയിന്റ്സ് അല്ലേ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട്. അപ്പം സി വന്ന് എക്സ് ആക്സിസിൽ എവിടെ മുട്ടുന്നു അത് തന്നെയാണ് ബിയും വന്ന് മുട്ടുന്നത്. അപ്പോൾ സിയുടെ എക്സ് കോർഡിനേറ്റ് 4 ആയതുകൊണ്ട് ബി യുടെ എക്സ് കോർഡിനേറ്റും 4 ആണ്. ഓക്കെ, ഇനി ബി യുടെ വൈ കോർഡിനേറ്റ് നോക്കിയാൽ നമുക്കറിയാം എയുടെ വൈ കോർഡിനേറ്റും ബി യുടെ വൈ കോർഡിനേറ്റും സെയിം ആയിരിക്കും അല്ലേ? എയും ബിയും വൈ ആക്സിസിൽ വന്ന് മുട്ടുന്ന പോയിന്റ് സെയിം. അപ്പോൾ എയുടെ വൈ കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. അതുകൊണ്ട് ബി യുടെ വൈ കോർഡിനേറ്റ് എന്താണ്? 0 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പം ബി യുടെ കോർഡിനേറ്റ് കിട്ടി. ഇനി നമുക്ക് ഡി യുടെ കണ്ടുപിടിക്കണം. ഡി യുടെയും എ യുടെയും എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് സെയിമാണ്. എ യുടെ എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് തന്നെ ഒറിജിനാണ്. അതുകൊണ്ട് തന്നെ ഡി യു എവിടെയാണ്? ഒറിജിനിലാണ് വന്ന് മുട്ടുന്നത്. ഇനി ഡി യുടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സി യുടെ വൈ കോർഡിനേറ്റ് എവിടെയാണോ അത് തന്നെയാണ് ഡി യുടെയും വൈ കോർഡിനേറ്റ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, സി യുടെ വൈ കോർഡിനേറ്റ് 3 ആണ്. അതുകൊണ്ട് ഡി യുടെ വൈ കോർഡിനേറ്റ് 3 ആയിരിക്കും. ഈ 2 പോയിന്റും ഇവിടെ വന്ന് മുട്ടുന്ന സെയിം ലൈനിലല്ലേ? അതുപോലെ തന്നെ ഇത് രണ്ടും ഇവിടെ വന്ന് മുട്ടുന്നതും സെയിം ലൈനിലാണ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ ഡി യുടേതും എ യുടേതും എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും, ഡി യുടേതും സി യുടേതും വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് 4 പോയിന്റ്സ്, നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഒന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് 4 പോയിന്റ്സിൻ്റെ എവിടെ നമുക്ക് ഡാഷ് ഇട്ട് തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ? മനസ്സിലായല്ലോ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചത്?